ദൈവിക ഉദ്ദേശ്യങ്ങൾക്കായി നമ്മെ തന്നെ സമർപ്പിക്കുക, ഒരു പ്രത്യേക ജീവിത രീതി തിരഞ്ഞെടുക്കുക, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ മുൻഗണനകൾ, ദൈവവചനത്തിലുള്ള നമ്മുടെ വിശ്വാസം, ഇതൊക്കെ ആ സമർപ്പണത്തിന്റെ ഭാഗമാണ്. ഒരു തരം ആത്മീയ പരിച്ഛേദന എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്. ഇനി ഈ സംഭാഷണത്തിനിടയിൽ വളരെ അപ്രതീക്ഷിതമായൊരു വാർത്ത വരുന്നുണ്ട്. സാറ, അതെ, 90 വയസ്സുള്ള സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് ഈസാക്ക് എന്ന പേരിടണം. അതെ, മാനുഷികമായി ചിന്തിച്ചാൽ പൂർണ്ണമായും അസാധ്യമായൊരു കാര്യം. ഇത് കേട്ടിട്ട് അബ്രഹാം ചിരിച്ചു എന്ന് പറയുന്നു. ഇത് അവിശ്വാസം കൊണ്ടാണോ അതോ? പലപ്പോഴും ഇത് അവിശ്വാസമായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ സാധ്യത കൂടുതൽ ഇത് അവിശ്വസനീയമായ ഒരു വാർത്ത കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു തരം അത്ഭുതം അല്ലെങ്കിൽ ഒരു ആനന്ദം കലർന്ന പ്രതികരണമാകാം. അങ്ങനെയും ചിന്തിക്കാം. കാരണം വർഷങ്ങളായി അവർ കാത്തിരുന്ന കാര്യമാണ്. പക്ഷെ പ്രായം അതിന്റെ എല്ലാ സാധ്യതയും ഇല്ലാതാക്കിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ വാർത്ത. ഇസ്ഹാക്ക് എന്ന പേരിന് ചിരി എന്നാണ് അർത്ഥം, അല്ലേ? അതെ,